ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. കുറച്ച് ഡിലേ ആയി പോയി, ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടിയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ തിരിച്ച് ഇപ്സ്വിച്ചിൽ നിന്ന് ലണ്ടനിൽ എത്തിയേക്കുവാണ്. അപ്പം നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മുടെ ലണ്ടൻ ട്രിപ്പിങ്. ഞങ്ങളിപ്പോൾ ടവർ ഹിൽ സ്റ്റേഷനെത്തി ഇറങ്ങി ലണ്ടനിൽ. അവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ കണ്ടൊരു ബിൽഡിംഗ് ആണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് ഓരോരോ ഡെസ്റ്റിനേഷനിലേക്കോട്ട് പോകണം. റെഡ് ബസ്സൊക്കെ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ ഈ കാണുന്നതാണ് ടവർ ഓഫ് ലണ്ടൻ. ടവർ ഓഫ് ലണ്ടൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണിത്. ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ ഞാൻ ചെന്നിട്ട് എടുത്തു തരാം. നല്ല ഭംഗിയുണ്ടല്ലേ അവളുടെ ബിൽഡിങ്, ആ കൺസ്ട്രക്ഷനൊക്കെ അടിപൊളിയാണ്. നമ്മൾ ട്രവൽ ഹിൽ സ്റ്റേഷൻ ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഒരു ഇതിൻ്റെ പേരെന്തായിരുന്നു, ആ ടവറിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് നമ്മളീ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബസ്സൊക്കെ കയറി പോകാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മളിവിടുന്ന് റോഡൊക്കെ സൂക്ഷിച്ച് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. ടവർ ഓഫ് ലണ്ടൻ, അതാണ് ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ച ആ പേര്. നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അതല്ല എല്ലാവരും പോയി നിന്ന് ഫോട്ടോ എടുക്കുന്ന ബ്രിഡ്ജ്, അതല്ല നമ്മുടെ ബ്രിഡ്ജ്. കുറേ ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ വന്നതിൻ്റെ വലുതായിരിക്കും. 61st ലണ്ടൻ ബ്രിഡ്ജ് ഇങ്ങനെയായിരുന്നു. നമ്മളിപ്പോൾ ദ വൈറ്റ് ടവറിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ്. നല്ലൊരു ഗാർഡൻ ഒക്കെ ഉണ്ട്, കുറേ പൂക്കളും. ഞങ്ങൾ റോസ്റ്റഡ് ആൽമണ്ട് കണ്ടതാ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് നോക്കിയാലോ, വാങ്ങി നോക്കാം. നമ്മൾ എടുത്തിട്ടുണ്ട്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ടേസ്റ്റ് ചെയ്ത് നോക്കൂ. തുപ്പിക്കളാം. അവൾക്കാന്നും പറഞ്ഞ് വായിലിട്ടുണ്ട് നിൽക്കുന്നുണ്ട്. യെസ്, ട്രൈ ഇറ്റ് ഔട്ട്. കൊള്ളത്തില്ല ഗായ്സ്. 6 പൗണ്ട് കൊടുത്ത് വാങ്ങി. കൊള്ളില്ല എന്ന് പറയുന്ന ടേസ്റ്റ് കേട്ടോ. കൊള്ളില്ല, ആരും വാങ്ങിക്കണ്ട. 6 പൗണ്ടാണ്, നമുക്ക് നഷ്ടമാണ്. പിന്നെ ടേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറയാൻ വേണ്ടി മാത്രം ഞങ്ങളൊന്ന് വാങ്ങി നോക്കിയതാ. വെറുതെ വേസ്റ്റാണ് ഗായ്സ്. ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പുറത്തുള്ള ഒരു സ്വീറ്റ് കോട്ടിങ്ങാണ് വരുന്നത്. അകത്ത് നമ്മുടെ റോസ്റ്റഡായിട്ടുള്ള ആൽമണ്ട്. സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, അങ്ങനെ മോശമൊന്നുമല്ല. സ്വീറ്റ് ഇഷ്ടമല്ല, അതുകൊണ്ടായിരിക്കും മേ ബി ഇഷ്ടപ്പെടാഞ്ഞത്. എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല കേട്ടോ. 6 പൗണ്ടിന് നഷ്ടമാണ്. എന്നാലും നമുക്ക് വെറൈറ്റി ടേസ്റ്റ് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ ടേസ്റ്റ് ചെയ്താൽ നല്ലതാണ്. ഗായ്സ്, നമ്മൾ ഓൾമോസ്റ്റ് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കണ്ടേ. കൊള്ളാം, നൈസാണ്. ഇവിടെ നമ്മുടെ ടവർ ഓഫ് ബ്രിഡ്ജ് അല്ല, ടവർ രണ്ടോ എന്തോ സാധനം ലണ്ടൻ ടവർ, അത് ലണ്ടൻ ബ്രിഡ്ജ്. ഗായ്സ്, പിന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിന് മോശമല്ല. ഞങ്ങളിപ്പം ലണ്ടൻ ടവറിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോരുക. ഇതല്ലേ ലണ്ടൻ ടവർ ആണോ? ചീനിട്ട് അയ്യോ
നമുക്കിങ്ങനെ നടന്നു പോകാൻ വഴിയുണ്ട്. അങ്ങോട്ട് വന്നോണ്ട് റൈറ്റ് സൈഡിലും ഇങ്ങോട്ട് വന്നോണ്ട് ലെഫ്റ്റ് സൈഡിലുമാണ് വരുന്നത്. നമ്മളെപ്പോലുള്ള മലയാളികൾ ചുമ്മാ തോന്നിയ ദിവസം എലിയിലേക്ക് പോവും. അപ്പോൾ അവർ നമ്മളെ നോക്കി പഠിപ്പിക്കും. അങ്ങനല്ല കേട്ടോ, ഇവിടുത്തെ ആൾക്കാർ നല്ല ഭയങ്കര എന്താ പറയുക, കൈൻഡ് ആൻഡ് ലോയലാണ്. അവരങ്ങനെ ഒന്നും ദേഷ്യപ്പെടുകയൊന്നുമില്ല കേട്ടോ, പാവം മനുഷ്യരാണ്. പേര് വീണ്ടും മിസ്റ്റേക്ക് ഇത് പറയുന്നു. ഇതിൻ്റെ പേരാണ് ദ വൈറ്റ് ടവർ. അതിൻ്റെ ഹിസ്റ്ററിയാണ് അവർ കൊടുത്തേക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് കുറേ കൊടുത്തിട്ടുണ്ട്. കാണുന്നത് ഇതിൻ്റെ ഹിസ്റ്ററിയാണിത്. ദ വൈറ്റ് ടവർ 100 years ഓൾഡാണ്. 1000 years ഓൾഡാണ്. 1000 വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആണ് നമ്മൾ ഈ കാണുന്നത്. മൈ ഗോഡ്. ഇതിനകത്തേക്ക് കയറാനുള്ള എൻട്രി അവിടെ നിന്നാന്ന് തോന്നുന്നു. അറിയില്ല, മേ ബി എല്ലായ്പ്പോഴും ഇവിടെ ഓപ്പൺ അല്ല. ഒരു സീസണിലാണെന്ന് തോന്നുന്നു ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഇരുന്ന് റിലാക്സ് ആവാനുള്ള കുറച്ച് പ്ലേസസ് ഒക്കെ ഉണ്ട്. ഡെസേർട്ട് ക്ലബ്. ദ വൈറ്റ് ടവറിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വൈറ്റ് ടവറിൻ്റെ സൈഡിൽ കൂടെ നടന്ന് ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. നമ്മൾ ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ടവർ ബ്രിഡ്ജ്. നല്ല തിരക്കുണ്ട്. ഒരുപാട് മലയാളീസും പിന്നെ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ ഈവനിങ് ടൈമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ജസ്റ്റ് കാണാനും ഇങ്ങനെ മൈൻഡ് റിലാക്സ് ആവാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. വൈറ്റ് ടവറിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫ്രണ്ട് എവിടാന്നൊരു പിടിയില്ല. ഫ്രണ്ട് അപ്പം എവിടെയാ ഫേസ് തന്നെ നമുക്ക് ടവർ ബ്രിഡ്ജ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും അങ്ങനെ കുറേയൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. സൂം ചെയ്തും അല്ലാണ്ട് കുറേ ഫോട്ടോസ് എടുത്തു. ഹലോ, നമ്മളിതേണ്ട ലണ്ടൻ ടവർ എന്നല്ലേ പറഞ്ഞേ? ടവർ ബ്രിഡ്ജിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. എല്ലാവരും ചുമ്മാ പറയും ലണ്ടൻ ബ്രിഡ്ജ്. പക്ഷെ അങ്ങനെയല്ല, ടവർ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. ഇതിന് പറയുന്ന പേര് ടവർ ബ്രിഡ്ജ്, നോട്ട് ലണ്ടൻ ബ്രിഡ്ജ്. എല്ലാവരും ചുമ്മാ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പറയുന്ന ഞാനും ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്നും പറഞ്ഞാണ് ഇരുന്നത്. ഇപ്പോഴല്ലേ മനസ്സിലായത്. അങ്ങനെ ആദ്യമായിട്ട് ബ്രിഡ്ജ് ടവർ ഓപ്പൺ ആവുന്ന ഒരു സീൻ കാണാൻ പറ്റി. നമ്മുടെ ബ്രിഡ്ജ് ടവർ തന്നെ ഓപ്പൺ ആവുകയാണ്. നമുക്കത് കാണാനുള്ള യോഗമുണ്ടായി. നോക്കൂ, ടവർ ബ്രിഡ്ജ് ഈസ് ഓപ്പണിംഗ്. എന്തോ വരുന്നുണ്ട്. അയ്യോ, എല്ലാം പ്രിപ്പയർ ചെയ്ത് ഓപ്പൺ ചെയ്ത് വെക്കുക. British look like it will just let the boat pass. Probably this one. Oh, okay. But by the time we reach it, it will be already getting down, so we can walk. ഇത്ര ഓപ്പണാവുള്ളൂ. ഫ്രണ്ട്സ്, അവിടെ ഒരു ബോട്ട് വരുന്നുണ്ടോ? ഭയങ്കര പൊക്കത്തിൽ അതിന് ഒരു കൊടിയുടെയൊക്കെ സംഭവം വെച്ച ഒരു കമ്പൊക്കെ ഉണ്ട്. അത് പാസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല, തന്നെയാണ് അത് പൊക്കിതിപ്പോൾ. ഞങ്ങൾ ഓർത്താ വലിയ ബോട്ട് വരാനായിരിക്കും. അങ്ങനെ അതിങ്ങനെ വന്നിപ്പോൾ അത് പാസ് ചെയ്ത് പോകും. ഊബർ ബോട്ട് ഉണ്ടോ?
ചെയ്തു പോയി. അങ്ങനെ നമ്മുടെ ബ്രിഡ്ജും ക്ലോസ് ആയി വരുന്നു. ബ്രിഡ്ജ് ക്ലോസിങ്. ഇപ്പം ടൈം ഏകദേശം 4:32. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4:30 4:20 ആ ടൈമിലാണെന്ന് തോന്നുന്നു ഇത് ഓപ്പൺ ആയത്. 4:32 ഒക്കെ ആയപ്പോഴേക്കും ക്ലോസും ചെയ്തു. സെറ്റായി. അങ്ങനെ ആദ്യം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ടവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ നേരെ അങ്ങ് നടന്നു. എന്തിനാന്ന് അറിയില്ല, ജസ്റ്റ് അപ്പുറം പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടങ്ങ് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തോന്നി എല്ലാവരും ഇവിടെ വന്നേ. പിന്നെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ കണ്ട് കേട്ടി നിന്നിട്ട് നേരെ അടുത്ത സ്ഥലം വിളിച്ചു. ജസ്റ്റ് ഒരു സ്റ്റെപ്പ് പോലെ കണ്ടു. ജസ്റ്റ് അവിടെ ജസ്റ്റ് മേളിലോട്ട് ഇങ്ങനെ കയറി അന്നേരപ്പോഴേക്കും നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മുടെ ബ്രിഡ്ജിൻ്റെ ലെവലിലേക്കാണ്. ഇതാ നമ്മൾ അതിൻ്റെ ഒരു സൈഡിലെത്തി. യെസ്, ഫൈനലി ടവർ ബ്രിഡ്ജ്. അങ്ങനെ നമ്മൾ ബ്രിഡ്ജിൻ്റെ ഒരു ഭാഗത്തെത്തി. സൈഡ് വൈസ് നോക്കുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. കുറേ വർക്ക്സൊക്കെ ഉണ്ട് അവരുടെ ബ്രിഡ്ജിൻ്റെ ബിൽഡിങ്ങിനകത്ത്. ഭയങ്കര ആൻറ്റിക് ഡിസൈൻസൊക്കെയാണുള്ളത്. ഒരു വെറൈറ്റി ആയിട്ട് ആ ഒരു ബ്ലൂ കളർ വരുമ്പോഴേക്കൊരു ഡിഫറെൻറ്റ് ലുക്കാണ് നമുക്ക് കാണുമ്പോൾ. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴും നല്ല ഭംഗിയാണ്. നമുക്ക് പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ഇതിനകത്ത് എൻട്രി ചെയ്യാനുള്ള ടിക്കറ്റ്സിനും കാര്യങ്ങൾക്കും അങ്ങനെയുള്ളൊരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. ഇതിനൊരു സ്പെസിഫിക് ടൈമൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു ടൈമിൽ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ എൻട്രി കിട്ടത്തുള്ളൂ. ടിക്കറ്റ് ഫീയും ഉണ്ട് അതിന്. യെസ്, ഇതുവഴിയാണ് നമ്മളിപ്പോൾ നടന്നു വന്നത്. ഇവിടെത്തി. യെസ്, നമ്മൾ ഏറ്റവും സെൻറ്ററിൽ ചെന്നിട്ട് മേളിലോട്ട് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഗ്ലാസ് ബ്രിഡ്ജസ് ഉണ്ട്. അതായത് നമുക്ക് ഈ കാണുന്ന സെൻറ്ററിലൂടെ കാണുന്ന അതിനകത്തൂടെ ഗ്ലാസ്സസ് ഇട്ട് കഴിയുമ്പോൾ ജസ്റ്റ് ലൈക്ക് നമ്മളിപ്പോൾ എല്ലാവരും നാട്ടിൽ പോകുന്നുണ്ടല്ലോ ഗ്ലാസ് ബ്രിഡ്ജ്, സെയിം അതേ സംഭവം തന്നെയാണ്. ഈ ബ്രിഡ്ജിനകത്ത് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് എൻട്രി ഫീസൊക്കെ ഉണ്ട്. അതായത് ഈ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ടിക്കറ്റ് വെച്ച് തന്നെ നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ എൻജിൻ റൂമും കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടും. ഇവിടെ നിന്നാന്ന് തോന്നുന്നു ഡിവൈഡ് ആവുന്നത്. കണ്ടാ പറയത്തില്ല കേട്ടോ. ചെറിയ മൂവ്മെന്റ് ഉണ്ട്, ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഞാൻ ആദ്യം കാണിച്ച ആ സ്ഥലത്ത് നിന്നും നമുക്ക് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ബ്രിഡ്ജ് കൂട്ടിയുള്ള ഫോട്ടോ നമ്മുടെ കിട്ടും. അല്ലെങ്കിൽ ഈ സൈഡ് പോയാൽ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോ കിട്ടും. ഓക്കെ, നമ്മുടെ ബ്രിഡ്ജിൻ്റെ ആ ഒരു പൊസിഷൻ കറക്റ്റായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിരക്കുറവുള്ളത് മറ്റേ സൈഡാണ്, അതും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ടവർ ഓഫ് ലണ്ടനിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് അടുത്ത ഡെസ്റ്റിനേഷൻ തപ്പി ഇങ്ങനെ പോവാം. കാരണം നമ്മൾ ജസ്റ്റ് പ്രീ പ്ലാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തപ്പി നടക്കണം, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം ഒന്നും അറിയത്തില്ലാണ്ട്. ഞങ്ങൾ ജസ്റ്റ് നടന്ന് ചെന്നപ്പോഴേക്കും ഇവിടെ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് ഊബർ ബോട്ട്സ് നമുക്ക് പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് കാണാനൊക്കെ പോവാം. അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷനായിട്ടും ഇവരിത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ നല്ല അടുത്ത സ്ഥലത്തോട്ട് അടുത്ത അട്രാക്ഷൻസിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവരിത് യൂസ് ചെയ്യും. പക്ഷേ ശരിക്കും ഇത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് എത്താലോ. ബസ്സൊക്കെ എന്ന് വെച്ചാൽ പിടിച്ച് ചെല്ലുമ്പോഴേക്കൊക്കെ ഒത്തിരി സമയം എടുക്കും. ഫൈനലി നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്താണ് എത്തിയേക്കുന്നത്. നമ്മൾ മാപ്പൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ മറ്റേ ടവർ ബ്രിഡ്ജ് തപ്പിപ്പോയാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ചെന്നായിരിക്കും വന്ന് പെടുന്നത്. ഇതാണ് ശരിക്കും ലണ്ടൻ ബ്രിഡ്ജ്, അത് ടവർ ബ്രിഡ്ജ്. അപ്പോൾ ഓക്കെ ഗായ്സ്, ഉള്ള വീഡിയോ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വെറുപ്പിക്കുന്നില്ല. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. ഇനി ബാക്കി വീഡിയോ പുറകെ വരുന്നതായിരിക്കും. ടാറ്റാ.